ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ തീർത്ഥ, ജനറൽ ഡെൻറ്റിസ്റ്റായി പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ വീട്ടിലാണ് കുറച്ച് കാലമായിട്ട്, കുറച്ച് മന്ത്സായിട്ട്. അപ്പോൾ ഇങ്ങനെയൊരു ചാനൽ തുടങ്ങാൻ തന്നെ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പബ്ലിക്കിനൊരു അവെയർനെസ് കൊടുക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു ചാനൽ സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഓറൽ ഹൈജീൻ അഥവാ വായിലെ ശുചിത്വം. അപ്പോൾ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളെ വായും ആ വായിലുള്ള പല്ലുകളും. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു പെയിൻ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണുക അല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യാൻ പോവുക അങ്ങനെ. അപ്പോൾ നമ്മളൊരു അഡൽട്ട്സിൽ 32 പല്ലും 32 ചിലവർക്ക് വിസ്ഡം ടൂത്ത് വരണമെന്നില്ല, 28 ആവാം. അപ്പോൾ കുട്ടികളാണെങ്കിൽ 20 പല്ലും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പല്ല് തന്നെ അവർക്കായാലും അഡൽട്ട്സിനായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവരത്ര ശ്രദ്ധിക്കുന്നില്ല ആ ഒരു കാര്യം. രാവിലെ എഴുന്നേൽക്കുന്ന ജസ്റ്റ് ഒരു ബ്രഷ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു ബ്രഷ് ചെയ്യുന്നു, ഇതെവിടെയെങ്കിലും എത്തുന്നുണ്ടോ, എല്ലാ പല്ലിലും എത്തുന്നുണ്ടോ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമ്മളുടെ ഓവറോൾ ഹെൽത്തിനെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ എന്തൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം? ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൻറ്റൽ കേരീസ് അഥവാ കേട് നമുക്ക് അത് വരാതെ നമുക്ക് നോക്കാം. വന്നു കഴിഞ്ഞാലും ചില ആൾക്കാർ ഒരു ചെറിയ ക്യാവിറ്റി ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഫുഡ് കുടുങ്ങിയാൽ ജസ്റ്റ് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, യൂസ് ചെയ്തിട്ട് അവർ എടുക്കും. പക്ഷേ അത്രയും ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ അവർ ഒരു ഡോക്ടറെ കാണുകയുള്ളൂ. പിന്നെയുള്ളതാണ് ഗം ഡിസീസ്. നമുക്ക് മോണരോഗം, ബ്ലീഡിങ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പഴുപ്പ് വരാം. പിന്നെ പെരിയോഡോണ്ടൈറ്റിസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെയുള്ളത് ബാഡ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ആ സ്മെല്ല് നമുക്ക് തന്നെ ആ ഫീല് വരും, എൻ്റെ വായി സംസാരിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ. അപ്പം നമുക്ക് ഒരാളോട് സംസാരിക്കാൻ അല്ലെ അഭിസംബോധന ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ സെൽഫ് കോൺഫിഡൻസ്. നമുക്കൊരാളോട് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരാളെ മുന്നിൽ പോയി നിന്ന് ചിരിക്കാനോ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത കുറേ ഡിസീസസ് നമുക്ക് കുറയുന്നത് മാത്രമല്ല, അത് കൂടുതലാകുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ലൈക്ക് ഡയബറ്റിക് പേഷ്യൻസിന് ഈ ഗം ഡിസീസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളത് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ് അധികം ഉണ്ടാവില്ല. മാത്രമല്ല, ഈ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാൽക്കുലസ് അതൊക്കെ കൊണ്ട് നമ്മളെ ബ്ലഡ് ഷുഗർ ഒരിക്കലും കൺട്രോൾ ആവില്ല. പിന്നെയുള്ള ഹാർട്ട് ഡിസീസ്. അപ്പോൾ നമ്മളെ ഈ വായിലുള്ള ബാക്ടീരിയാസ് ഇത് ആ ബ്ലഡ് സ്ട്രീമിൽ പോയിട്ട് നമ്മളെ ഹാർട്ടിനത് ബുദ്ധിമുട്ടാക്കും. പിന്നെയുള്ളതാണ് നമുക്ക് ഫിനാൻഷ്യലി നമ്മളിപ്പോൾ എത്ര സ്റ്റേബിൾ ആണെങ്കിൽ കൂടി നമുക്കിപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മെറ്റീരിയൽസിന് അത്രയും പൈസയാണ്. അപ്പോൾ നമ്മൾ ഓരോ വിസിറ്റിനും നമുക്ക് അതിനനുസരിച്ചുള്ള ചാർജ്, ഇപ്പോൾ റൂട്ട് കനാൽ ആയിക്കോട്ടെ, എക്സ്ട്രാക്ഷൻ ആയിക്കോട്ടെ, നമ്മളെ കയ്യിൽ നിന്ന് തന്നെ പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഒരു ഓറൽ ഹൈജീൻ നമ്മൾ ബ്രഷ് ചെയ്യുക, ഫ്ലോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം നമുക്ക് കുറച്ച് മാറിക്കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ റെഗുലറായിട്ട് ഡെൻറ്റൽ ചെക്കപ്പ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുക്ക പോവുക. അത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മളുടെ വായിൽ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പോൾ അതൊരു ഡോക്ടറെ അടുക്ക പോയി അവർ പറഞ്ഞു തരും. ക്ലീനിങ് ഉണ്ടെങ്കിൽ ക്ലീനിങ്, അല്ലെങ്കിൽ ചെറിയ കേട് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്, അത് ഫില്ല് ചെയ്ത് തരും. കൂടുതൽ പ്രോഗ്രസ് ആവാത്ത രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടെങ്കിൽ, ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് അത് 2 നേരം, രാവിലെ ആയിക്കോട്ടെ ബിഫോർ ബെഡ് ടൈം നമ്മളത് ചെയ്തിരിക്കണം. കാരണം അതാകെ നമ്മൾ ഒരു 1 മിനിറ്റ് വേണ്ട നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ചെയ്യുന്നത് തന്നെ നമ്മൾ എല്ലാ പല്ലിലും എത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം പ്രോബ്ലം സോൾവ് ചെയ്യാം. പിന്നെ ഉള്ളത് ഫ്ലോസിങ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫ്ലോസ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ബ്രഷ് ചില ഇടങ്ങളിൽ എത്തണമെന്നില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്ലോസ് ചെന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഫുഡ് ലോഡ്ജ്മെൻ്റ് ഉള്ളത് നമുക്കത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളതാണ് നമ്മൾ മൗത്ത് വാഷ് എന്ന് പറഞ്ഞാൽ അത്
ഈ ഫ്ലോസ് അങ്ങനെ ഡെയിലി അല്ല, നമുക്ക് എന്നാലും ഒരു ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ തോന്നുന്നുണ്ട് മൗത്ത് വാഷ് യൂസ് ചെയ്താൽ ബാക്ടീരിയൽ ആക്ടിവിറ്റി കുറഞ്ഞു കിട്ടും, നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും കിട്ടും, ആ ഒരു നല്ലൊരു ഫ്രഷ് ഫീല് കിട്ടും. അപ്പം ഇന്നത്തത് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്, ഇത്രയും സമയം എന്നെ കേട്ടതിന്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.